ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. എല്ലാവരും യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തിരക്കിലൊക്കെ അല്ലേ? അപ്പം ഞങ്ങളിന്ന് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് തിയറി ഉണ്ട്. ഒരു ഫസ്റ്റ് 2-3 മൊഡ്യൂൾസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്ര ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പോയാൽ എക്സാംസിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിക്സിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മിക്കവാറും നിങ്ങൾക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും, നമുക്ക് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻസിൽ നിന്നോ വാരിഗൻസ് തിയറം മിക്കവാറും തിയറി ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വാരിഗൻസ് തിയറം കണ്ടിട്ടുണ്ട്. പിന്നെ കോമ്പസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസിൽ നിന്നൊക്കെ പ്രോബ്ലം നമുക്ക് 10-14 മാർക്കിൻ്റെ പ്രോബ്ലം ഒക്കെ വരും. പിന്നെ റിസൾട്ടൻ്റ് ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷനും കോമ്പസിഷനിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് മിക്കവാറും 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, വാരിഗൻസ് തിയറം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റിലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ജസ്റ്റ് എന്തൊരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനുള്ള. അപ്പം നമ്മൾ ലാഡറിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം എന്താണ്, എ ലാഡർ വെയിറ്റ് ഈസ് 30 കിലോഗ്രാം ഈ സപ്പോർട്ടഡ് അറ്റ് വോൾ. ഉണ്ടോ, ഇതൊരു ലാഡർ വോളിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. ഷോൺ ബിലോ എ മാൻ ഓഫ് വെയിറ്റ് 72 കിലോഗ്രാം സ്റ്റാൻഡ്സ് ഓൺ ഇറ്റ് വെർട്ടിക്കലി. ഇപ്പോൾ ഒരാൾ അതിൻ്റെ മേളിൽ കയറി നിൽപ്പുണ്ട്. എത്ര കിലോ ഉണ്ട് അയാളുടെ വെയിറ്റ്? 72 കിലോഗ്രാം വെർട്ടിക്കലി. എവിടെ അയാൾ നിൽക്കുന്നത്? 8 മീറ്റർ എബവ് ദ ഫ്ലോർ ലെവൽ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലോർ ലെവൽ അല്ലേ? അവിടെ നിന്ന് 8 മീറ്റർ മാറി മാൻ നിൽക്കുന്നുണ്ടോ? There is a 100 kilogram force acting at the top point of ladder vertically. അപ്പോൾ അവരാണ് ഏറ്റവും മേളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടോപ്പിൽ ഒരു നല്ലൊരു വെയിറ്റ് നിൽപ്പുണ്ട്. എന്താണ്, 100 കിലോഗ്രാം ഫോഴ്സ് ആക്ടിങ് അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ലാഡർ വെർട്ടിക്കലി. ഇപ്പം ഈ മാൻ്റെ വെയിറ്റ് കൂടാതെ വേറെ എന്തോ ഒരു വെയിറ്റ്. ഓക്കെ, ആ വെയിറ്റ് എന്താണെന്നും പറയുന്നില്ല, പക്ഷെ അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ദ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാഡർ ഈസ് യൂണിഫോം. അപ്പം എന്താണ്, ഈ ലാഡറിന് ഒരു പ്രത്യേകത, മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, യൂണിഫോം ആണ്. അതെന്താണ്, എല്ലാ പ്ലേസിലും സെയിം വെയിറ്റ് ആയിരിക്കും താഴോട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കൺസിഡറിങ് ഓൾ കോണ്ടാക്ട് സർഫസ് സ്മൂത്ത്, ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താ, എൽ എന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്ത് ഓഫ് ദ ലാഡർ. ഇതാണ് നമ്മൾ ലാഡർ പീക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നതാണ് ലാഡർ. അപ്പോൾ ലാഡറിന്റെ ലെങ്ത് എൽ. നമുക്കൊരു ഫ്രീ ബോഡി ഡയഗ്രാം മാത്രം വരച്ചാൽ ഒരു സോൾവ് ഒന്നും ചെയ്യണ്ട. 3 മാർക്കിന്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ. ഈ പടം വരച്ച് കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും എഴുതി വെക്കണമെന്നില്ല. അടുത്ത എന്താ, വെയിറ്റ് ഓഫ് ലാഡർ. വെയിറ്റ് ഓഫ് ലാഡർ എന്ന് പറയുമ്പോൾ എന്ത് പറയും, മാസ് ഇൻറ്റു ജി. ഓക്കെ, അപ്പം എന്താണ്, ലാഡർ വെയിറ്റ് 30 കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട് അല്ലേ? കിലോഗ്രാം മാസിൽ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഫോഴ്സിലാക്കണം. അപ്പം എന്താണ്, ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫോഴ്സിലാക്കി. ഇപ്പം ന്യൂട്ടണിൽ കിട്ടി. ഇനി അടുത്ത എന്താ, വെയിറ്റ് ഓഫ് മാൻ. അതും കിലോഗ്രാമിലാണ് മാസ്സായിട്ടാണ് തന്നിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ന്യൂട്ടണിലാക്കി. അപ്പോൾ ആ രണ്ട് ഫോഴ്സ്, വെയിറ്റ് ഓഫ് മാൻ ആക്ട് ചെയ്യുന്നത് പിന്നെ വെയിറ്റ് ഓഫ് ലാഡർ. ഓക്കെ, രണ്ട് ഫോഴ്സ് വരച്ചു. ഇതാണ് അടുത്തത്. എന്താണ്, 100 കിലോഗ്രാം ഫോഴ്സ് ടോപ്പ് മോസ്റ്റ് പോയിന്റിലുണ്ട്. അപ്പോൾ 100 കിലോഗ്രാമിനെ എന്താക്കണം, അതിനെ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ഫോഴ്സ് വരും. അപ്പോൾ ഈ ലാഡറിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സ് കിട്ടി. പിന്നെ ഈ ലാഡർ എവിടാണ്, ഒരു സ്മൂത്ത് വെർട്ടിക്കൽ വോളിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സ്മൂത്ത് വെർട്ടിക്കൽ വോൾ എന്ന് പറയുമ്പോൾ ഈ വോളിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു നോർമൽ റിയാക്ഷൻ കൊടുക്കാൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻ റഫ് വെർട്ടിക്കൽ വോൾ എന്നാണെങ്കിൽ എന്ത് വന്നേനെ, അവിടെ സോറി ഇതേ ക്വസ്റ്റ്യൻ റഫ് വെർട്ടിക്കൽ വോൾ എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നേനെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇത്രയും പാർട്ടിൽ വരുന്ന ഫോഴ്സുകളെല്ലാം കാണിച്ചല്ലോ. ഇനി നമുക്ക് ഇവിടെ നോക്കി, ഈ ലാഡറിൻ്റെ ഈ അറ്റം നോക്കി, ഒരു സ്റ്റെപ്പ് പോലെ ഒരു സാധനത്തിന് അവിടെ കൊണ്ട് ചാരി വെച്ചേക്കുന്നല്ലേ. അപ്പോൾ ഇവിടെ കോർണറിന് 2 റിയാക്ഷൻസ് കൊടുക്കാൻ പറ്റും. എന്ത് പറ്റും, ഒരു ഹൊറിസോണൽ റിയാക്ഷനും പറ്റും, ഒരു വെർട്ടിക്കൽ റിയാക്ഷനും പറ്റും. അപ്പോൾ ഇതാണ് എന്ത്, ലാഡറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിയേ. ഇതും ഒരു പ്രോബ്ലം ആയിട്ടാണ് വന്നേക്കുന്നത്. സാധാരണ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സാധാരണ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി കണ്ടിട്ടുള്ളത്. പിന്നെ ചിലപ്പം ഇങ്ങനെ
ഇതുപോലുള്ള പ്രോബ്ലങ്ങളും ചോദിക്കാം. അല്ലെങ്കിൽ ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്കി എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവലാക്കി ചോദിക്കുകയും ചെയ്യും. വെക്ടറിന്റെ കാര്യമൊക്കെ അല്ലേ. അപ്പം നോക്കിയേ സെക്കൻഡ് ക്വസ്റ്റ്യൻ. The greatest and least resultant of two forces F1 and F2 are 17 Newton and 3 Newton. രണ്ട് ഫോഴ്സ് ഉണ്ട്. അത് രണ്ടും ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കൂടുതൽ, അതായത് രണ്ടെണ്ണം പ്ലസ് ചെയ്യുമ്പോൾ, അതായത് രണ്ടെണ്ണം ഒരേ ഡയറക്ഷനിലൊക്കെ ആക്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ എന്ത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 17 ന്യൂട്ടൺ. രണ്ട് ഫോഴ്സ് 17 ആഡ് ചെയ്യുമ്പോൾ 17 ന്യൂട്ടൺ. ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും? 3 ന്യൂട്ടൺ കിട്ടും. ഡിറ്റർമിൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം വെൻ റിസൾട്ടന്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 149. നമുക്ക് റിസൾട്ടന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നോക്കിയേ, രണ്ട് ഫോഴ്സസ് F1 F2 നമുക്ക് തന്നേക്കുന്നത് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ്. ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സ് വെച്ച് ഉണ്ടാക്കുന്ന മാക്സിമം ഫോഴ്സ് 17 ന്യൂട്ടൺ. ആ രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കുന്ന മിനിമം എന്താണ്? 3 ന്യൂട്ടൺ. ഓക്കെ, അപ്പം നോക്കി രണ്ടെണ്ണം കൂടെ ഇങ്ങനെ ഈ രണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും സുഖമായിട്ട് F1 കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ രണ്ട് ഇക്വേഷനോട് അങ്ങ് ആഡ് ചെയ്താൽ പോരെ. അപ്പം നമുക്ക് F1 കിട്ടി, F2 കിട്ടും. ഓക്കെ, ഇനിയും പറഞ്ഞേക്കുവോ, എങ്ങനെയോ ആക്ട് ചെയ്യുമ്പോൾ അവൻ്റെ റിസൾട്ടൻ്റ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 149. അപ്പം നമുക്ക് എങ്ങനെ ആക്ട് ചെയ്താലും, അതായത് ഒരു പാരലോഗ്രാം ലോ ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പം അതുപോലെ നമ്മൾ ഏത് ആംഗിൾ വന്നാലും നമ്മൾ പാരലോഗ്രാം ലോ എടുത്ത് അങ്ങ് അപ്ലൈ ചെയ്യുക. പാരലോഗ്രാം ലോ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് R ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ. ഓക്കെ, F1 അറിയാം, F2 അറിയാം, 2F1 F2 അറിയാം. ഓക്കെ, പിന്നെ അറിയാത്ത എന്താണ്? കോസ് തീറ്റ ആണ്. കോസ് തീറ്റ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ കിട്ടും. 0 എന്നാണ് കിട്ടുന്നത്. 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? തീറ്റ എന്ത് വരും? കോസ് ഇൻവേഴ്സ് 0 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 90 ഡിഗ്രി എന്ന് വരും. അതായത് ഈ രണ്ട് ഫോഴ്സ് 90 ഡിഗ്രി ആക്ട് ചെയ്യുമ്പോഴാണ് സ്ക്വയർ റൂട്ട് ഓഫ് 149 എന്ന് വരുന്നത്. ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാണ് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വാരിഗൺസ് തിയറം ഫോർ കൺകറന്റ് കോപ്ലനാർ ഫോഴ്സസ്. ഇപ്പം എന്താണ് വാരിഗൺസ് തിയറം എന്ന് ചോദിച്ചിരിക്കുന്നത്? എന്തെങ്കിലും തിയറം ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു വാരിഗൺസ് തിയറം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വാരിഗൺസ് തിയറം എന്താ വരുന്നത്? ദ ടോട്ടൽ ഓഫ് ദ മൊമെന്റ്സ് ഓഫ് എനി കോപ്ലനാർ ഫോഴ്സസ് around a point equals the moment of resultant of those forces, or moment of force around a point equals sum of its components. ഓക്കെ, അപ്പം എന്താണ്? എന്നിട്ട് ഈ ഫിഗർ നോക്കി സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക കേട്ടോ. അതിൻ്റെ M0 എന്ന് പറഞ്ഞത് സ്മോൾ ആർ ക്രോസ് ആർ, വേറെ M0 എന്താണ്? മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ് ആർ അറ്റ് പോയിന്റ് O. വന്നിട്ട് എന്ത് ചെയ്യണം? ഫിഗർ വരച്ച് വെക്കണം. അപ്പോൾ ഫിഗർ എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് നോക്കി രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണ്? OAയും OBയും. അതിൻ്റെ റിസൾട്ടൻ്റ് എന്താണ്? R ആണ്. അപ്പം പിന്നെ വേറൊരു പോയിന്റിനെ പോയിട്ടായിട്ട് O1 ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് ഈ ഫോഴ്സിലോട്ടെല്ലാം ഉള്ള പെർപെൻഡിക്കുലർ വരയ്ക്കുക. നോക്കി, എയിലോട്ടുള്ളത് R1, ബിയിലോട്ടുള്ളത് R2, Oന്ന് റിസൾട്ടന്റിലോട്ടുള്ള R. അപ്പോൾ R ക്രോസ് R ക്രോസ് എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ R ക്രോസ് R. ഓക്കെ, അതൊരു മൊമെന്റ് അല്ലേ? റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന മൊമെന്റ്. അതെന്ന് പറയുമ്പോൾ എന്ത് വരും? F1 ഉണ്ടാക്കുന്ന മൊമെന്റ് F1 ക്രോസ് R പ്ലസ് F2 ക്രോസ് R. ഇതാണ് മാത്തമാറ്റിക്കലി. പക്ഷെ നമ്മൾ തിയറം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതി വെക്കണം. അപ്പോൾ അത് കാരണം തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും പഠിച്ചിരിക്കണം. ഓക്കെ, 5 മേജർ തിയറം ഉണ്ട്, അതിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കണേ. ഇനി അടുത്ത നോക്കി, ഇതും ഇമ്പോർട്ടൻ്റ്. ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഇതും ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഓക്കെ, ലാമിസ് തിയറം ഒക്കെ ചോദിക്കുന്നതിലും മിക്കവാറും ഇങ്ങനെയുള്ള തിയറംസ് പെട്ടെന്ന് നമുക്ക് വാരിഗൺസ് തിയറം, ട്രാൻസ്മിസിബിലിറ്റി ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേര് കൺഫ്യൂഷൻ വന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലൊന്ന് ഏകദേശം എന്താണ് കൺസെപ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തെന്താ? എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വിത്ത് പ്രോപ്പർ ഡയഗ്രാംസ്. ഓക്കെ, അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? Principle of transmissibility states that the point of application of force can be moved anywhere along its line of action without changing the external reaction force on a rigid body. അല്ലേ? ഫിഗർ ഞാൻ പറഞ്ഞുതരാവേ. Any force that has the same magnitude and direction and which has a point of application somewhere along the same line of action cause the same acceleration and will result in same moment. Therefore, the points of application of force may move along the line of action to simplify the analysis of rigid bodies. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ്?
നമ്മുടെ ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ് നമ്മൾ എന്തിൻ്റെ അനാലിസിസ് ഓഫ് റിജിഡ് ബോഡിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ എന്താണ് ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുക. ഇതായിരുന്നു എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. അതെന്താ, ഈ ഓ ഡാഷ് എന്ന് പറഞ്ഞ ലൈൻ ഓഫ് ആക്ഷനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓ ഡാഷ് എന്നുള്ള പോയിന്റിൽ പോയിട്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സും അതിന് ഈക്വൽ ആയിട്ട് വേറൊരു ഫോഴ്സും അപ്ലൈ ചെയ്തിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് ഫോഴ്സ് എന്ത് വരും, അതായത് സെയിം മാഗ്നിറ്റ്യൂഡ് ഇവന്മാർ രണ്ടും ക്യാൻസൽ ആയിപ്പോൾ, അല്ല ഓപ്പോസിറ്റ് നേച്ചർ ആകുമ്പോൾ ക്യാൻസൽ ആയിപ്പോൾ. എന്നിട്ട് ഇവിടെ എന്ത് വന്നു, ഓ ഡാഷിൽ സെയിം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന വരും. സിമ്പിളി ഇത്രയേ ഉള്ളൂ. എന്താണ് ഇത് പറയുന്നത്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ക്യാൻ ബി മൂവ്ഡ് എനിവെയർ അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദി എക്സ്റ്റേണൽ റിയാക്ഷൻ ഫോഴ്സ് ഓൺ എ റിജിഡ് ബോഡി. ഇത്രയേ ഉള്ളൂ. എന്താണ് ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കി, അടുത്തത് നിങ്ങളുടെ തന്നെ യൂണിവേഴ്സിറ്റി 2019 സ്കീമിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തേക്കുന്നത് 9 and 5 വെച്ചിട്ട്. ഫസ്റ്റിലത്തെ ഒരു റോപ്പിൻ്റെ പ്രോബ്ലം. ഓക്കെ, ആ റോപ്പിൻ്റെ പ്രോബ്ലം അങ്ങനെ വരാം, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു സ്പെഷ്യൽ എക്സാമിന് ചിലത് ഒരു റെയിൽവേ സിഗ്നൽ തൂക്കിയിട്ടേക്കുന്നതായിട്ട് വന്നു. ഏകദേശം സെയിം പ്രോബ്ലം ഒക്കെ തന്നെ, പക്ഷെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സിറ്റുവേഷനായിട്ട് ഒരു മാച്ച് ചെയ്യുന്ന വിധത്തിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പിന്നെ ഇത് കൺകറന്റ് ഫോഴ്സസിൻ്റെ ഒരു പ്രോബ്ലം. അപ്പം നമുക്ക് 2 പ്രോബ്ലം നോക്കിയാലോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോകാം കേട്ടോ. ആൻസർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എ റോപ്പ് ഓഫ് 9 meter ലോങ് ഈസ് കണക്റ്റഡ് അറ്റ് എ ആൻഡ് ബി. അപ്പോൾ എന്താണ് ഒരു 9 meter, അപ്പോൾ നോക്കി, എ റോപ്പ് ഓഫ് 9 meter ലോങ് ഈസ് കണക്റ്റഡ് അറ്റ് എ ആൻഡ് ബി. എ ആൻഡ് ബിയിൽ റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കി, ഇത് എ, ഇത് ബി, അവിടെ റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒന്നും പറഞ്ഞ് ബാക്കി നോക്കാം എന്താ പറഞ്ഞേക്കുന്നതെന്ന്. അവരെത്ര മീറ്റർ അപ്പാർട്ടാണ്, 8 meter അപ്പാർട്ടാണ്. ഓക്കെ, അത് രണ്ടും 8 meter അപ്പാർട്ടാണ്. എ ലോഡ് ഓഫ് 300 Newton ഈസ് സസ്പെൻഡഡ് ഫ്രം എ പോയിന്റ് സി ഓൺ ദ റോപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു പോയിന്റ് സി എന്ന് ഒരു 300 Newton സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് 3 meter ഫ്രം എ. അപ്പം പോയിന്റ് സി എത്രയാണ്, 3 meter മാറിയിട്ടാണ്. വാട്ട് ലോഡ് കണക്റ്റഡ് ടു പോയിന്റ് ഡി. അപ്പോൾ ഒരു പോയിന്റ് ഉണ്ട്, ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അവിടെ എന്തോ ഒരു ലോഡ് കണക്ട് ചെയ്യണം. ഓൺ ദ റോപ്പ് 2 meter from B is necessary to keep the portion CD parallel to AB. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിഗർ വരയ്ക്കണം. ഫിഗർ വരയ്ക്കുന്ന നോക്കിയാൽ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫിഗർ വരയ്ക്കണം. എയിലും ബിയിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്, സിയിലും ഡിയിലും 2 ലോഡ് വരണം. സി 3 meter മാറിയ, ഡി 3 meter മാറിയ. പക്ഷേ എന്ത്, ഈ ലോഡിന് ഈ ഡബ്ല്യു ഒരു ലോഡ്, ആ ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഡബ്ല്യു വരുമ്പോൾ എന്ത് ചെയ്യണം, ഇവൻ നേരെ എ ബിക്ക് പാരലായിട്ട് സി ഡി നിൽക്കണം. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുണ്ട് എന്താ, ലെങ്ത് ഓഫ് റോപ്പ് 9 meter. ഇനി എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ് 8 meter. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. നേരെ സ്ട്രെയിറ്റ് നിൽക്കുന്ന സ്ട്രിങ് ആണോ, അല്ല, കുറച്ചൊന്ന് വളഞ്ഞ് നിൽക്കുന്ന സ്ട്രിങ് അല്ലേ. അടുത്ത് എന്താണ്, ലോഡ് അറ്റ് പോയിന്റ് സി 300 Newton കാണിച്ച്. ഡിസ്റ്റൻസ് ഓഫ് സി ഫ്രം എ 3 meter, ഇത് 3 meter. കൺസ്ട്രിങ് ദ മൊമെന്റ് അറ്റ് പോയിന്റ് എ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ, അപ്പോൾ മൊമെന്റ് അറ്റ് എ, ഈ എക്ക് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ്. അപ്പം മൊമെന്റ് അറ്റ് എ എബൌട്ട് സി എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ സിയിൽ 300 Newton ഉണ്ടാകുന്നു. അവൻ എയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് എന്താ, ഇത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ 300 × 3. ഓക്കെ, 300 × 3 എന്ന് വരുമ്പോൾ എത്ര വരും, 900 Newton meter എന്ന് വരും. ഇനി നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇവൻ ഇങ്ങനെ പാരലായിട്ട് നിൽക്കണം അല്ലേ. ദ മൊമെന്റ് അറ്റ് ലോഡ് സി ആൻഡ് ഡി വിൽ ബി സെയിം അബൌട്ട് എ. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ മൊമെന്റ് അബൌട്ട് ഡി എന്ത് വരണം എന്ന് പറയുന്നത്, ഡബ്ല്യു ഇൻറ്റു എ ഡി. ഓക്കെ, എ ഡി എന്ന് പറയുമ്പോൾ എത്ര വരും, ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അത് 6 meter. ഡബ്ല്യു ഇൻറ്റു എ ഡി എന്ന് പറയുന്നത്, ഡബ്ല്യു ഇൻറ്റു 6 എന്ന് പറയുന്നത് ഏത് മൊമെന്റിന് ഈക്വൽ ആയിരിക്കണം, ഈ 300 ഉണ്ടാക്കുന്ന മൊമെന്റിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഡബ്ല്യു എത്ര കിട്ടി, 150 Newton എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കി, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാവേ. കൺകറന്റ് ഫോഴ്സസ് 1, 3, 5, 7, 9, 11 ആർ അപ്ലൈഡ് ടു ദ സെന്റർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ സെന്ററിൽ ആക്ടിങ് ടുവേർഡ്സ് ദ വെർട്ടീസസ് ആർ ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ്. ഓക്കെ, അപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ ഓരോ വെർട്ടിസസിലോട്ട് ഓരോരോ മാഗ്നിറ്റ്യൂഡ് ഫോഴ്സസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അതിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്, മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം റിസൾട്ടൻറ്റിൻ്റെ. ഈ പ്രോബ്ലം തന്നെ സെയിം പ്രോബ്ലം 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രോബ്ലം സെയിം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ റെഗുലർ പോളിഗൺ വരയ്ക്കുക. ആംഗിൾ റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എല്ലാം എന്തായിരിക്കും, 60 degree ആയിരിക്കും അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സിനെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും റിസോൾവ് ചെയ്തെടുക്കുക.
ഓക്കെ. സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 3. ഇപ്പം നമുക്ക് ഇവന്മാർ രണ്ടും 5 ന്യൂട്ടണും 11 ന്യൂട്ടണും എക്സിൽ തന്നെ കിടക്കുന്ന അല്ലെ, എക്സ് ഡയറക്ഷനിൽ തന്നെ. ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനിൽ പോകുന്നു, മറ്റേ നെഗറ്റീവ് പോകുന്നു. പിന്നെ ബാക്കിയുള്ളതിന് 3നെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. 3 cos 60 അല്ലേ. അടുത്ത എന്താണ്? 7നെ ഇങ്ങോട്ട് റിസോൾവ് എടുക്കാം. 7 cos 60. ഇനി 1 cos 60 വരും, പക്ഷേ അതെങ്ങോട്ടാ? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ മൈനസ് നെഗറ്റീവ്. -1 cos 60 -9 cos 60 ഈക്വൽ ടു 0 എന്ന് വരുമ്പോൾ എത്ര വരും? -6 ന്യൂട്ടൺ എന്ന് വരും സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് ഐ എന്ത് വരും? 3 എല്ലാം സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതും പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയെടുക്കുക. അപ്പോൾ സിഗ്മ എഫ് ഐ എങ്ങനെ വരും? -10.392 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ. അപ്പോൾ എഫ് എക്സിൻ്റെ എഫ് ഐയുടെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഐ സ്ക്വയർ. പിന്നെ ടാൻ തീറ്റ കണ്ടുപിടിക്കും. തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എഫ് ഐ ബൈ എഫ് എക്സ് കിട്ടുമ്പോൾ നമുക്ക് ആംഗിൾ കിട്ടും അറൗണ്ട് 60 ഡിഗ്രി എന്ന് വരും. ഓക്കെ. അപ്പോൾ ചെയ്ത് നോക്കാമല്ലോ. ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിത് ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് ചിലപ്പോൾ സ്റ്റക്കായിപ്പോവും. ആംഗിളൊക്കെ എടുക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും ആംഗിൾ എടുക്കുന്ന കാര്യം തെറ്റല്ല. തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി താഴോട്ട് ഫുള്ള് തെറ്റിപ്പോവും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ മെക്കാനിക്സിന് മാർക്ക് പറയുന്നത്. നിങ്ങൾ ആംഗിൾ എടുക്കാനും റിസോൾവ് ചെയ്യാനും, ആ റിസോൾവ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണോ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണോ, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ വാല്യൂവിന് ആ നെഗറ്റീവ് കൊടുക്കുന്നതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ച് ചെയ്യുക എക്സാമിന് കേട്ടോ. പാനിക് ആവല്ല്, സമാധാനമായിട്ടിരുന്ന് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് സെയിം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കി. എ യൂണിഫോം വീൽ ഓഫ് 60 സെൻറ്റിമീറ്റർ ഡയമീറ്റർ, നമ്മുടെ വീല് വെയിങ് 1000 ന്യൂട്ടൺ. ഓക്കെ. ഇതിൻ്റെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് 1000 ന്യൂട്ടൺ. റെസ്റ്റ് അഗെയിൻസ്റ്റ് എ റെക്ടാങ്കുലർ ഒബ്സ്റ്റക്കിൾ ഓഫ് 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഒരു ഹൈറ്റിന് ഇപ്പുറം ഉണ്ട്, ആ വീലിന് ഇപ്പുറം ഹൈറ്റ് വെച്ച് ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ചേക്കുക. ഫൈൻഡ് ദ ലീസ്റ്റ് ഫോഴ്സ് റിക്വയർഡ് which when acting through center of the wheel will just turn the wheel over the corner of the block. നമ്മൾ കർബൊക്കെ കണ്ടിട്ടില്ലേ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ? അപ്പോൾ അത് മിക്കവാറും 10-15 സെൻറ്റിമീറ്റർ ഒക്കെ ഹൈറ്റ് വരും. അതിൻ്റെ മേളിൽ നമ്മുടെ വണ്ടിയുടെ വീല് കയറ്റി വന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താൽ അത് കയറ്റാൻ പറ്റും? ഓക്കെ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് മാറ്റി ചോദിക്കുക, ഇതേ സെയിം പ്രോബ്ലം. ഓക്കെ. അപ്പം നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലോട്ട് പോയാലോ? നോക്കി. ഒരു ഡയമീറ്റർ, ഓക്കെ, 300 mm ഡയമീറ്റർ ഉള്ള വീലാണ്. ഓക്കെ. 150 mm ഹൈറ്റ്. അപ്പം ഡയമീറ്റർ 60 സെൻറ്റിമീറ്റർ, വെയിറ്റ് 1000 ന്യൂട്ടൺ. ഓക്കെ. ദ ലീസ്റ്റ് ഫോഴ്സ് റിക്വയർഡ് വെൻ ആക്ടിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ വീൽ. ലീസ്റ്റ് ഫോഴ്സ് എത്ര ലീസ്റ്റ് ഫോഴ്സ് കൊടുത്താൽ മേളിൽ കയറാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആൽഫ എന്ന് എടുക്കുക. ഓക്കെ. പിന്നെ ഈ ആംഗിൾ എത്ര വരും? നമുക്ക് ഇവിടുന്ന് ഒരു റിയാക്ഷൻ ഇങ്ങോട്ട് വരും അല്ലേ. ഇവിടുന്ന് ഒരു നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 150 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഹൈറ്റ് 150 ആണ്. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതെന്ന് പറയുമ്പോൾ 300 തന്നെ വരും. ഇത് ഈ ആംഗിൾ, ഈ രണ്ടും ഈക്വലും ആണ്. ഓക്കെ. അപ്പോൾ അതൊരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ പോലെ വരും. ഇങ്ങനെ ഒരു ട്രയാംഗിൾ വന്നാൽ അതിൻ്റെ ഒരു ആംഗിൾ 60 ആയിരിക്കും. അങ്ങനെ നമുക്കിവിടെ 60 എന്ന് കിട്ടി. ഓക്കെ. ഇവിടെ 60 ആയിക്കഴിഞ്ഞാൽ ഇത് എത്ര വരും? 30 വരും അല്ലേ. ഇനി നമുക്ക് ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമിസ് തിയറം നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ലാമിസ് തിയറത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഇതൊക്കെ. 3 ഫോഴ്സും 3 ആംഗിളും ആണെങ്കിൽ നമുക്ക് ലാമിസ് തിയറം വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ നോക്കിയേ, 1000 ഡിവൈഡഡ് ബൈ സൈൻ 30 പ്ലസ് ആൽഫ ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ സൈൻ 120. 1000 എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ വെയിറ്റ്. ഓക്കെ. വെയിറ്റ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 30 പ്ലസ് ആൽഫ, ആറിനും പിക്കും ഇടയിലുള്ള ആംഗിൾ 30 പ്ലസ് ആൽഫ ഈക്വൽ ടു പി എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ എത്ര വരും? പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറിൻ്റെയും എന്താ 1000ൻ്റെ ഇടയിൽ എത്ര ആംഗിൾ വരും എന്ന് നോക്കണം. അതെന്ന് പറയുന്നത് എത്ര വരും? സൈൻ 120 എന്ന് വരും. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എത്ര? 90 പ്ലസ് ഈ 30 ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ 30, 90 പ്ലസ് 30 എന്ന് പറയുന്നത് 120 എന്ന് വരും. ഓക്കെ. പിന്നെ അടുത്ത എന്താണ്? 6 ഡിവൈഡഡ് ബൈ സൈൻ 90 മൈനസ് ആൽഫ. ഓക്കെ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ, പി മിനിമം ആണ്. പി മിനിമം ആണ് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു വാല്യൂ മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എന്ത് വരണം? മാക്സിമം വരണം. അപ്പോൾ ഡിനോമിനേറ്റർ മാക്സിമം കൊടുക്കുക, ആൽഫയുടെ വാല്യൂ കിട്ടി. ആ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പി കിട്ടും. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഇങ്ങനെ ഒരു The system of connected flexible cable shown in figure is supporting two loads of 550 Newton, 600 Newton at points B and D
റെസ്പെക്റ്റീവ്ലി ഡിറ്റർമിൻ ദ ടെൻഷൻ ഇൻ ദ വേരിയസ് സെഗ്മെന്റ്സ് ഓഫ് കേബിൾ. അപ്പോൾ ഒരു കേബിളിൽ ഇങ്ങനെ കുറേ വെയിറ്റ് നോക്കിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആംഗിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ടെൻഷൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നോക്കിയേ, നമുക്ക് ഓരോ ജോയിൻസ് എടുക്കുക. എ ബി എന്നുള്ള ജോയിന്റ് എടുത്ത് നോക്കിയാൽ അവിടെ 1 2 3 4 കാര്യം വരുന്നുണ്ട് അല്ലേ. അപ്പം 4 എണ്ണം ഒക്കെ വന്നു കഴിഞ്ഞാൽ മിനിമം ഉള്ള ജോയിന്റ് നമ്മൾ പ്രൊസീഡ് ചെയ്യും. ഡി എന്നുള്ള ജോയിന്റ് എടുത്ത് ഡി എന്നുള്ള ജോയിന്റ് എടുത്തിട്ട് ആ ജോയിന്റിൽ വരുന്ന എല്ലാ ആംഗിൾസും, ഓക്കെ, എല്ലാ ആംഗിൾസും മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം എല്ലാ ആംഗിളും മാർക്ക് ചെയ്യുമ്പോൾ നോക്കി ഇവിടെ 3 ഫോഴ്സും 3 ആംഗിളോ വന്ന് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ജോയിന്റ് ബിയിൽ 3 ആംഗിളും 3 ഫോഴ്സും വരുന്നുണ്ട്. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ സൈൻ 60 പ്ലസ് 45 എന്ന് പറയുന്നത് എഫ് ഡി ഇ ഡിവൈഡഡ് ബൈ സൈൻ എത്ര വരും, 90 പ്ലസ് 30 ഈക്വൽ ടു എഫ് ഡി ഇ ഡിവൈഡ് ബൈ സൈൻ 90 പ്ലസ് 30 ഈക്വൽ ടു എഫ് ബി ഡി ഡിവൈഡ് ബൈ സൈൻ 90 പ്ലസ് 45 എന്ന് വരും. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും, എഫ് ഡി ഇയും കിട്ടും, എഫ് ഡി ഇയും കിട്ടും, എഫ് ബി ഡിയും കിട്ടും. അപ്പം നമുക്ക് ഇവിടെയുള്ള രണ്ട് ഇതിൻ്റെ ഫോഴ്സ് ആയില്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ എവിടെ പോവാ, ഈ ബി എന്നുള്ള ജോയിന്റിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുക, നമുക്ക് 2 അൺനോൺസ് ഉണ്ട്, ബാക്കിയെല്ലാം സോൾവ് ചെയ്തെടുത്ത് ചെയ്യുക. ഓക്കെ, അപ്പം അത് ചെയ്യാലോ. നമ്മൾ ഓരോ ജോയിനിലും സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈ 0 എന്നുള്ളത് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഡി എന്നുള്ള ജോയിന്റ് വരുമ്പോഴത്തേനും ബി എന്നുള്ള ജോയിന്റ് വരുമ്പോൾ അവിടെ തന്നെ വരും 550 ന്യൂട്ടൺ താഴോട്ട് വരും. എഫ് എ ബി എന്നുള്ള ഫോഴ്സ് എടുത്തോട്ട് പോകും, എഫ് ബി സി പോകും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എഫ് ബി സിനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുക, എഫ് ബി ഡിനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യുക. എന്നിട്ട് സിഗ്മ എഫ് എക്സ് 0യും സിഗ്മ എഫ് ഐ 0യും കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഇവിടെ ഓൾറെഡി 2 ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്, രണ്ടുപേരും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ ബിയും ബി സിയും കൂടെ ഇതിനകത്തുനിന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സൊല്യൂഷൻ ചെയ്താൽ മതി, ഇക്വേഷൻ എഴുതുന്ന കാര്യം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മൊഡ്യൂൾ 2 പോവാം. മൊഡ്യൂൾ 2 ഫ്രിക്ഷൻ ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഫ്രിക്ഷനകത്തുനിന്ന് ഒത്തിരി ടേംസ് അല്ലേ ഫ്രിക്ഷനകത്ത്. അപ്പം കൂളംസ് ലോസ് ഓഫ് ഫ്രിക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ലോസ് എല്ലാം ഒന്ന് എഴുതേണ്ടി വരും. പിന്നെ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ബോഡീസ് അനാലിസിസ് ചെയ്യേണ്ടി വരും. വെഡ്ജോ ലാഡറോ അതിൻ്റെ ഏതെങ്കിലും ഒരു ബോഡിയുടെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പാരലൽ കോപ്ലർ ഫോഴ്സ് കപ്പിളിൽ നിന്ന് വേണേൽ ഒരു പ്രോബ്ലം വരാം. പിന്നെ എന്താണ് റിസൾട്ടന്റ് ഓഫ് പാരലൽ ഫോഴ്സസ്, സെന്റർ ഓഫ് പാരലൽ ഫോഴ്സസ്, ഇക്വിലിബ്രിയം, പിന്നെ സിമ്പിൾ ബീം പ്രോബ്ലം. ഓക്കെ, അപ്പം മിക്കവാറും ഒരു സിമ്പിൾ ബീം പ്രോബ്ലം, ഒരു ഫ്രിക്ഷന്റെ പ്രോബ്ലം, വെഡ്ജോ ലാഡറോ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും 14 മാർക്സിന് വരുന്നത്. പിന്നെ ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാവുന്ന ഈ ഫ്രിക്ഷനകത്ത് കുറച്ച് ടേംസ് വരുന്നുണ്ട്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, കോൺ ഓഫ് ഫ്രിക്ഷൻ, അതൊക്കെ വേണേ വരാം. ഓക്കെ, അപ്പം ഇത് എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഫ്രിക്ഷൻ മാത്രം എക്സ്ട്രാ കയറി വരുന്നു ചാപ്റ്ററിൽ. ഓക്കെ, അപ്പം നോക്കിയേ, ഇനി ചോദിച്ച ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അനാലിസിസ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ വെഡ്ജ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പം വെഡ്ജ് എന്താണെന്ന് അറിയാലോ, നമ്മൾ പഠിച്ചല്ലേ. അപ്പം വെഡ്ജിനകത്തുനിന്ന് എന്താ, വെഡ്ജ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഇസ് എ സിമ്പിൾ മെഷീൻ അല്ലേ, വിച്ച് എ സ്മോൾ ഫോഴ്സ് പി ഈസ് യൂസ് ടു ലിഫ്റ്റ് എ ലാർജ് വെയിറ്റ് ഡബ്ല്യു. അപ്പം നമ്മൾ ഈ ഡബ്ല്യുവിനെ ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ ഫോഴ്സ് ആണ് പി. ഓക്കെ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആർ ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു മോഷൻ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എന്താ, നമ്മുടെ ഡയറക്ഷൻ മോഷൻ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആർ ആക്ട് അലോങ് ദ കോണ്ടാക്ട് സർഫസ് ആൻഡ് ദ നോർമൽ ഫോഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദ കോണ്ടാക്ടിങ് സർഫസ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മളൊരു ഫോഴ്സ് പി ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഇവൻ ഈ വെയിറ്റുമായിട്ടുള്ള കോണ്ടാക്ടിങ് സർഫസിൽ ഫ്രിക്ഷൻ ഫോഴ്സ് F2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇവൻ താഴെ അതായത് നമ്മുടെ ഗ്രൗണ്ടുമായിട്ടുണ്ടാകുന്നിടത്ത് ഫ്രിക്ഷൻ F1 ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അവിടെ രണ്ടിൻ്റെ നോർമൽ റിയാക്ഷൻ. ഇത് ഇത്രയും വരുന്ന എന്താണ് ഫോഴ്സിൽ വരുന്ന, വെഡ്ജിൽ വരുന്ന ഫോഴ്സുകൾ ഇതൊക്കെ. ഇനി നമുക്ക് ഇവനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡയറക്ഷനായിട്ട് മാറി വരുന്ന ഫോഴ്സുകൾ. ഇപ്പം NF വെർട്ടിക്കലായിട്ട് കുഴപ്പമില്ല, ഇവിടെ ഇൻക്ലൈൻഡ് അല്ല, ഏത് ഇൻക്ലൈൻഡ് ഫേസ് വരുമ്പോൾ ഇങ്ങോട്ടുള്ള നോർമൽ റിയാക്ഷൻ ഇൻക്ലൈൻഡ് ആയിരിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ് തീറ്റാന്നും സൈൻ തീറ്റാന്നും ഒക്കെ എന്ത് ചെയ്യും, റിസോൾവ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നോക്കിക്കോണേ. അപ്പം സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ എഴുതി 2 ഫിഗറൊക്കെ വരച്ച് വെച്ച് 3 മാർക്കിന് ചോദിച്ചാൽ ഇത്രയൊക്കെ എഴുതി ഫിഗർ വരച്ചാൽ മതി കേട്ടോ. ഇനിയും 7 മാർക്സിനൊന്നും ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, 3 മാർക്സിന് വരത്തുള്ളായിരിക്കും. ഇൻ കേസ് നമുക്ക് ഇത് റിസോൾവ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ഇക്വേഷൻസ് ഒക്കെ എഴുതി റിസോൾവ് ചെയ്യാം. അടുത്ത് നോക്കി, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി ഓഫ് സ്പാൻ 4 മീറ്റർ ഈസ് ക്യാരിയിങ് പോയിന്റ് ലോഡ്സ്. ഓക്കെ, അപ്പോൾ ബീമിന്റെ പ്രോബ്ലം ഒരു 3 മാർക്കായിട്ട് വരാം കേട്ടോ. എന്താണ്, ചെറിയ പ്രോബ്ലം ആയിട്ടൊക്കെ വരാം.
10 Newton, 6 Newton, 4 Newton at 1, 2 and 3 meter respectively from support A. Calculate reactions at support A and B. അപ്പോൾ നമുക്കൊരു ചുമ്മാ ഒരു ബീം പ്രോബ്ലം നോക്കി. 2 സപ്പോർട്ട് ഉണ്ട്. അവന്മാരിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ബീമിൽ. 10, 6, 4. ഓക്കെ. അപ്പോൾ അവരിങ്ങനെ വരിയായിട്ട് നിൽക്കുക. ഒരുത്തൻ മാറി നിൽക്കുന്ന 1 മീറ്റർ മാറി, രണ്ടാമത്തെ നിൽക്കുന്ന 2 മീറ്റർ മാറി, അടുത്ത് നിൽക്കുന്ന 3 മീറ്റർ മാറി. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 വെർട്ടിക്കൽ റിയാക്ഷൻ വരണം അല്ലേ, RAയിലും RBയിലും. അപ്പോൾ RA പ്ലസ് RB എന്ന് പറയുന്നത് ഇവന്മാരുടെ സമ്മാരിക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ ചെയ്യുക, മൊമെൻ്റ് അബൌട്ട് A0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? RB കിട്ടും. RB കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ RA കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. സോ ടോട്ടൽ സം ഓഫ് ഫോഴ്സിൽ നിന്ന് RB മൈനസ് ചെയ്താൽ മതി. ഒരു സിമ്പിൾ പ്രോബ്ലം. ഓക്കെ. ഇനി അടുത്ത് നോക്കി, എക്സ്പ്ലെയിൻ ദ ടേംസ്. 3 മാർക്കിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന എന്തൊക്കെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യണം? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ് ആൻഡ് കോൺ ഓഫ് ഫ്രിക്ഷൻ വിത്ത് ഡയഗ്രാംസ്. ഓക്കെ. അപ്പം 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മളിതെല്ലാം എഴുതുകയും വേണം, എന്നാൽ ഒത്തിരി ആയി പോകാനും പാടില്ല. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്നറിയാം? പ്രാക്ടിക്കലി നമുക്ക് എന്താണെന്നറിയാം? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സാധനം മൂവ് ചെയ്യുന്നില്ല. പക്ഷേ അവൻ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ലിമിറ്റ് കഴിയുമ്പോൾ അവൻ മൂവ് ചെയ്യും. അതിനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമുക്ക് അറിയാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്തായാലും, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്രിക്ഷൻ വിച്ച് ഇസ് ജനറേറ്റഡ് ബിറ്റ്വീൻ ടു സ്റ്റാറ്റിക് സർഫസ് ദാറ്റ് കം ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. The maximum friction that can be generated between two static surfaces in contact with each other once a force applied to the two surface exceeds the limiting friction, the motion will occur. ഓക്കെ. ഇത്രയൊന്നും എഴുതിയില്ലെങ്കിലും ഈ ഒരു മീനിങ് വരത്തക്ക വിധത്തിൽ എഴുതി വെക്കുക. ഇനി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആണ്. അതിനെ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ മ്യൂ ഇൻറ്റു ആർ എൻ എഴുതാൻ പറ്റും. മ്യൂ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അത് എഫ് ലിമിറ്റ് ഡിവൈഡ് ബൈ ആർ എൻ ആണ്. ഓക്കെ. ഇനി അടുത്ത് നോക്കി, ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഇസ് ദ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് പ്ലെയിൻ ഓൺ വിച്ച് ബോഡി ക്യാൻ റീപോസ് അല്ലെങ്കിൽ സ്ലീപ്പ് വിത്തൗട്ട് അപ്ലൈയിങ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാതെ അവൻ ഇങ്ങനെ എങ്ങനെ നിൽക്കാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. വെൻ മോഷൻ ഇമ്പെൻസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? F ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ വരും. ഓക്കെ. അപ്പം നമ്മൾ ഇവനെ എന്ത് ചെയ്യണം? ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ റിസോൾവ് ചെയ്തെടുക്കണം. അപ്പം മ്യൂ ഇൻറ്റു ആർ എൻ ഉണ്ട്, W ഉണ്ട്. ഡബ്ല്യുവിനെ റിസോൾവ് ചെയ്ത് W സൈൻ ആൽഫ ആൻഡ് W കോസ് ആൽഫ ആയി. മ്യൂ ഇൻറ്റു ആർ എൻ ആരായിരിക്കും റെസിസ്റ്റ് ചെയ്യുന്നത്? W സൈൻ ആൽഫ ആയിരിക്കും. അപ്പം മ്യൂ ആർ എൻ W സൈൻ ആൽഫ എന്ന് കിട്ടും. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ടു ദ ഇൻക്ലൈൻ പ്ലെയിൻ സോൾവ് ചെയ്താലോ? W കോസ് ആൽഫ എന്ന് പറയുന്നത് ആർ എന്നിന് ഓപ്പോസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ W കോസ് ആൽഫ വരും. ഓക്കെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്ത് വരും? മ്യൂ എന്ന് വരും. ഓക്കെ. അതിന് നമുക്ക് ടാൻ ഫൈ എന്ന് എഴുതാം. ആൽഫ ഈസ് ഈക്വൽ ടു 5. ആംഗിൾ ഓഫ് റീപോസ് ആംഗിൾ ഓഫ് എന്താണ് ഫ്രിക്ഷന് ഈക്വൽ ആകും. ഓക്കെ. ഇനി അടുത്ത എന്താ? കോൺ ഓഫ് ഫ്രിക്ഷൻ. കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? കൺസിഡർ ദ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം ഓഫ് ബോഡി കെപ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. അപ്പോൾ ഒരു ബോഡി ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് ഒരു ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം. ലെറ്റ് പി ബി ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ആർ എൻ ബി ദ നോർമൽ റിയാക്ഷൻ. നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പി ആണ്, നമ്മുടെ നോർമൽ റിയാക്ഷൻ ആർ എൻ ആണ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മ്യൂ ഇൻറ്റു ആർ എന്ന് വരും. The resultant of limiting friction and normal reaction makes an angle equal to angle of friction with normal reaction. അപ്പം റിസൾട്ടൻ്റ് ആരുടെയൊക്കെയാ? നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ് ആണ് ആറ്. അപ്പോൾ ഈ ആർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. 3D നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ അവൻ അവിടെ ഒരു കോൺ ഉണ്ടാക്കും. ആ കോണിനാണ് എന്ത് പറയുന്നത്? കോൺ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ. ഇനി അടുത്ത് നോക്കി, find the force required to move a load of 30 Newton. Okay, up a rough inclined plane. Applied parallel to the plane, the inclination of plane is such that when the same body is kept on perfectly smooth plane inclined at an angle, the force of 6 Newton applied at an inclination of 30 degree to the plane keeps the same in equilibrium. Assume coefficient of friction between rough plane and load is equal to 0.3. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുമ്പോൾ പേടിക്കില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റിലത്ത് നോക്കി, find the force required to move 30 Newton up a rough inclined plane. അപ്പോൾ നമ്മൾ റഫ് ഇൻക്ലൈൻഡ് പ്ലേറ്റിൽ കൂടെ എന്തിനാണ് 30 ന്യൂട്ടൺ വലിച്ചുകൊണ്ട് പോകണം? അപ്ലൈഡ് പാരലൽ ടു ദ പ്ലെയിൻ, പാരലായിട്ട് കൊണ്ടുപോകണം. ദ ഇൻക്ലിനേഷൻ ഓഫ് പ്ലെയിൻ ഇസ് സച്ച് ദാറ്റ് വെൻ ദ സെയിം ബോഡി, അവൻ്റെ ഇൻക്ലിനേഷനെ പറ്റി പറയുന്നില്ല, തീറ്റ എന്ന് പറഞ്ഞ് തരുമല്ലേ. ഇൻക്ലിനേഷൻ എങ്ങനെയാണ്? എന്താണ്? സെയിം ബോഡി കെപ്റ്റ് ഓൺ എ പെർഫെക്റ്റ്ലി സ്മൂത്ത് പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ, the force of 6 Newton applied at an angle of inclination of 30 degree to the plane keeps the same in equilibrium. അപ്പോൾ എന്താണ്? ഈ 6 ന്യൂട്ടണ് ഒരു 30 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുമ്പോൾ വരുന്ന ആംഗിളാണ്. ഓക്കെ. ഇനി അസ്യൂം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ റഫ് പ്ലെയിൻ ആൻഡ് ലോഡ് ഈസ് ഈക്വൽ ടു 0.3. ഓക്കെ. നമുക്ക് പ്രോബ്ലം നോക്കാം.
ഇതാണ് നമ്മുടെ മാസ്. അവനെ 6 ന്യൂട്ടണിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇവൻ്റെ ആംഗിൾ എത്രയാണ്? ഇവൻ ഒരു 30 ഡിഗ്രിയിലാണ് ഇവൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ 30 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഫോഴ്സ് വരും? മാസ് എം വരും അല്ലേ? അതിനെ നമുക്ക് എം ജി സൈൻ തീറ്റ എന്നും എം ജി കോസ് തീറ്റ എന്നും തിരിക്കാം. 6 ന്യൂട്ടൺ ആണെങ്കിലോ 6 കോസ് 30 ഇങ്ങോട്ടും വരും, 6 സൈൻ 30 ഇങ്ങോട്ടും വരും. അപ്പോൾ ഹൊറിസോണ്ടലി ഏതൊക്കെ ഫോഴ്സ് വരും? 6 കോസ് 30 ആരെ ബാലൻസ് ചെയ്യും? എം ജി സൈൻ തീറ്റ ആയി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു സൈൻ തീറ്റയുടെ വാല്യൂ കിട്ടി, തീറ്റയുടെ വാല്യൂയും കിട്ടി. ഇനി നമുക്ക് എന്താണ് ഈ റഫ് പ്ലെയിനിൽ കൂടി ഇവനെ കൊണ്ടുപോകണം. തീറ്റ കിട്ടി, നമുക്ക് ഇങ്ങനെ വരുന്ന ഈ കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് തീറ്റ കിട്ടി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കണം കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ 3-4 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഓക്കെ, ഇനി നോക്കി നമുക്ക് ഈ റഫ് പ്ലെയിനിൽ കൂടെ ഇവനെ കൊണ്ടുപോകണം. സ്മൂത്ത് പ്ലെയിനിലെ കാര്യം പറഞ്ഞ് നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചു. റഫ് പ്ലെയിനിൽ ആരോടെ വരും? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സോടെ വരും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ എഫിനെ ബാലൻസ് ചെയ്യുന്ന ആരൊക്കെയാണ്? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫും എം ജി സൈൻ തീറ്റയും. ഓക്കെ, അപ്പോൾ എം ജി സൈൻ തീറ്റ പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ്. അത് എത്ര വേണം? അപ്പം സൈൻ തീറ്റയുടെ വാല്യൂ നമുക്കറിയാം, എം ജി അറിയാം, പിന്നെ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഓക്കെ, മ്യൂ എന്ന് പറയുമ്പോൾ എന്ത് തന്നിട്ടുണ്ട്? 0.3. നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മാസ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര ന്യൂട്ടൺ അപ്ലൈ ചെയ്യണമെന്ന് കിട്ടും. അപ്പോൾ ആ പ്രോബ്ലം ഒന്ന് നോക്കിയാണ്. സിമ്പിൾ പ്രോബ്ലം 7 മാർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഇച്ചിരി പാടായതാണ്, നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിച്ച് പോയി ചെയ്യത്തില്ല. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കി. അടുത്തതെന്ന് പറയുമ്പം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒന്നും കുറേ ലോഡ്സ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ ഈ ക്വസ്റ്റ്യന് ഒരു ട്വിസ്റ്റ് വരുന്നത് എന്താ? ഈ സർഫസ് കാണിച്ചേക്കുന്നത് ഈ സപ്പോർട്ട് കാണിച്ചേക്കുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അതിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട് 1, 2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ലോപ്പ് 1, 2 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത തീറ്റയും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവനെ എല്ലാം റിസോൾവ് ചെയ്തെടുക്കുക. 6 വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഇൻക്ലൈൻഡ് 100 കിലോ ന്യൂട്ടൺ എങ്ങനെ വരും? അതിനെ നമുക്കൊരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഒരു 150 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫിഗറിൽ ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്, ഈ ഫിഗറിൽ ഡിസ്റ്റൻസ് എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് എല്ലാം എഴുതണം കേട്ടോ. അതായത് യൂണിറ്റിൽ എഴുതണം. മീറ്റർ ആണെങ്കിൽ മീറ്റർ, കിലോ ന്യൂട്ടൺ ആണെങ്കിൽ കിലോ ന്യൂട്ടൺ എഴുതണം കേട്ടോ. അത് യൂണിറ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എക്സാമിന് പേപ്പർ വാല്യൂറ്റ് ചെയ്യുമ്പോഴേ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഈ ആർ ബി എന്നുള്ള പോയിന്റിൽ ഒരു വെർട്ടിക്കൽ ഇങ്ങോട്ടൊരു, അതായത് ഈ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ വരും. ഓക്കെ, അതായത് ഈ ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് സിഗ്മ എഫ് എച്ച് ഇസിക്കൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ എഫ് എച്ച് 0 എന്ന് വരുമ്പോൾ എന്തൊക്കെ വരും? 100 കോസ് 45 വരും, ഈ ആർ ബി സൈൻ തീറ്റ എന്നും വരും. ഓക്കെ, അപ്പോൾ അത് എന്താ ഒന്ന് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും മറ്റേ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായത് കാരണം അതിനെ ഇക്വേറ്റ് ചെയ്ത് 0 കൊടുത്താൽ ആർ ബി കിട്ടും. ഓക്കെ, ആർ ബി കിട്ടി കഴിഞ്ഞിട്ട് സിഗ്മ എഫ് ഇസിക്കൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആറേയും കിട്ടും. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യാമല്ലോ. വരയ്ക്കുന്ന പാടേ ഉള്ളൂ. ഇത്ര ക്വസ്റ്റ്യൻ ഒന്നും കണ്ടാൽ പേടിക്കല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബീം പ്രോബ്ലം എന്തായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വേറെ എന്തൊക്കെ ടെസ്റ്റ് കാണിച്ച് വേണമെങ്കിൽ ഈ സപ്പോർട്ട് ചരിച്ചോ ഇതിനകത്ത് വേറെ ഇൻക്ലൈൻഡ് ഫോഴ്സ് വരത്തക്ക വിധത്തിലോ എന്തെങ്കിലും ഹൊറിസോണ്ടൽ ഫോഴ്സ് വരത്തക്ക വിധത്തിലോ ഒക്കെ മാറ്റി മറിച്ചോ ഒക്കെ ബീമിൻ്റെ ചോദിക്കാം. ഇങ്ങനെയൊക്കെ വന്നാലും നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഫണ്ടമെന്റൽ ഇക്വേഷൻ സിഗ്മ എഫ് ഇസ് 0, സിഗ്മ എഫ് ഇസ് 0, പിന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതിനെയൊക്കെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്തേക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പം ആൻസർ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തീറ്റ ആംഗിൾ എടുക്കുന്ന കാര്യം. നമുക്ക് ഏത് ആംഗിളാണ് തന്നേക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ട് തീറ്റ എല്ലാം ഇതുപോലൊക്കെ റഫായിട്ടൊക്കെ വരച്ചാണെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ഒരു ലാഡറിൻ്റെ പ്രോബ്ലമാണ്. ഇതൊരു 40 മാർക്സ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് തന്നെ 2 സബ് പാർട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ യൂണിഫോം ലാഡർ 4 മീറ്റർ ലോങ്, weighs 200 Newton, and it is placed against a wall making an angle 60 degree with the floor. The coefficient of friction between the wall and ladder is 0.25 and that between the ground and ladder is 0.35. The ladder, in addition to its own weight, has to support a man of 1000 Newton at top at B. Calculate the horizontal force P to be applied to the ladder at the ground level to prevent slipping. ഓക്കെ, ഒന്നാമത്തെ കണ്ടുപിടിക്കാൻ എങ്ങനെ? ലാഡർ സ്ലിപ്പ് ചെയ്യല്. അപ്പം അതിന് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് പി കൊടുക്കണം. ആ പി എത്ര? ഇഫ് ദ ഫോഴ്സ് പി ഈസ് നോട്ട് അപ്ലൈഡ്, വാട്ട് ഷുഡ് ബി ദ മിനിമം ഇൻക്ലിനേഷൻ ഓഫ് ലാഡർ വിത്ത് ഹൊറിസോണ്ടൽ സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് സ്ലിപ്പ് വിത്ത് ദ മാൻ അറ്റ് ദ ടോപ്പ്. ഓക്കെ, നമ്മൾ പി അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ മിനിമം ഇൻക്ലിനേഷന് എത്ര ആയിരിക്കണം? പി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലിപ്പില്ലായിരിക്കാൻ പി എത്ര ആയിരിക്കണം?
അപ്പോൾ ഇതൊക്കെ വരയ്ക്കുക. ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ലാഡറിൻ്റെ പ്രോബ്ലം മിക്കവാറും വരാം കേട്ടോ. അപ്പോൾ അത് വരുമ്പോഴത്തേന് ആദ്യം അങ്ങ് ഫിഗർ വരച്ച് വെക്കുക. നമ്മുടെ ലാഡറിനെ വരച്ച് വെക്കുക. ഇൻക്ലിനേഷൻ ഓഫ് ലാഡർ വിത്ത് ഹൊറിസോണ്ടൽ എത്രയാണ്? 60 ഡിഗ്രിയാണ് അല്ലേ? ലെങ്ത് ഓഫ് ലാഡർ തന്നിട്ടുണ്ട് 4 മീറ്ററിന്. പിന്നെ അവൻ്റെ വെയിറ്റ് 200 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. പിന്നെ വോളിൽ വരുന്ന ഫ്രിക്ഷനും തന്നിട്ടുണ്ട്. ഫ്ലോറിൽ വരുന്ന ഫ്രിക്ഷനും തന്നിട്ടുണ്ട്. അപ്പം മ്യൂ ഡബ്ല്യു മ്യൂ എഫ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കേസിൽ എന്താ? ഇവിടെ ഒരു ഫോഴ്സ് പി വരണം. ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെന്താ? ഫിഗർ വരച്ചാൽ പിന്നെന്താ? നമ്മുടെ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യണം. ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താ? ഹൊറിസോൺ സിഗ്മ എഫ് വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് വി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ആർ എഫ് മേലോട്ട് വരും അല്ലേ? ഇവിടെ നിന്ന് ഒരു ആർ എഫ് മേലോട്ട് വരും. പിന്നെന്താണ്? ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് 0.25 ആർ ഡബ്ല്യു മേലോട്ട് വരും. 200 ന്യൂട്ടൺ താഴോട്ട് വരും. പിന്നെ ഇതിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരാളുടെ വെയിറ്റ് 200 ന്യൂട്ടണോ ഒരാൾ എന്തെങ്കിലും വെയിറ്റ് നിൽക്കുന്ന 1000 ന്യൂട്ടൺ താഴോട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ സിഗ്മ എഫ് ഇ 0 ആണ്. അപ്പം നമുക്ക് ആർ എഫിൻ്റെയും ആർ ഡബ്ല്യുവിൻ്റെയും ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്ത എന്താണ്? സിഗ്മ എഫ് എച്ച് 0 എന്ന് കൊടുക്കുക. എഫ് എച്ച് 0 എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പി വരും. പിന്നെ ഇവിടെ എണ്ണം വരും അല്ലേ? ആർ ഡബ്ല്യു, നമ്മുടെ ഈ വോളിമിനെ കൊടുക്കുന്ന റിയാക്ഷന്. അപ്പം കൊടുക്കുക. ആ രണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആർ എഫിൻ്റെ ആർ ഡബ്ല്യുവിൻ്റെയും ടേംസിൽ കിട്ടും. ഇവിടെ പിയും വരുന്നുണ്ട് അല്ലേ? പിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാം. ഇതാ സിഗ്മ മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. ഇവന്മാരെയൊക്കെ ഈ രണ്ട് ഫോഴ്സ് എടുക്കണ്ട. ബാക്കി ഈ 200ൻ്റെയും പിന്നെ ആർ ഡബ്ല്യുവിൻ്റെയും 0.25 ആർ ഡബ്ല്യുവിൻ്റെയും 1000ൻ്റെയും എന്താണ്? മൊമെന്റ് എടുക്കുക. ഓരോ ഫോഴ്സിൻ്റെ മൊമെന്റ് എടുക്കുക. അത് അബൌട്ട് ആർ എഫ് 0 എന്ന് കൊടുക്കുക. ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആർ ഡബ്ല്യു കിട്ടും. ആർ ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർ എഫ് കിട്ടും. ആർ എഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പി കിട്ടും. ഓക്കെ, ഇനി എന്താണ് നമുക്ക് പിന്നെ പറയുന്നത്? എന്താ? അവിടെ പി ഇല്ല, പിൻ്റെ എഫക്റ്റ് വരുന്നില്ല. അതില്ലാത്തൊരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സിഗ്മ ഹൊറിസോണ്ടൽ ഫോഴ്സ് സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? തീറ്റ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് വെർട്ടിക്കൽ ഫോഴ്സ് 0 എന്ന് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 എന്ന് കൊടുത്തു. ആർ എഫ് ആർ ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ മൊമെന്റ് അബൌട്ട് എ 0 എന്ന് കൊടുക്കുക. അപ്പം മൊമെന്റ് അബൌട്ട് എ 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കോസ് തീറ്റയുടെ ടേംസിൽ വരും അല്ലേ? കോസ് തീറ്റ ടേംസിലും സൈൻ തീറ്റ ടേംസിലും ഒരു ഇക്വേഷൻ. എന്നിട്ട് ആ തീറ്റ കണ്ടുപിടിച്ച് വെക്കുക. കോസ് തീറ്റയും സൈൻ തീറ്റയും വന്നു കഴിഞ്ഞാൽ ടാൻ തീറ്റ എന്തായാലും നമ്മുടെ ഇക്വേഷനിൽ വരും. ടാൻ ഇൻവേഴ്സ് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ റേഡിയൻ ആണോ ഡിഗ്രി ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, റേഡിയനും ഡിഗ്രിയും മാറിപ്പോയാലും നമ്മുടെ ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ആംഗിൾ കറക്റ്റ് റേഡിയനിലാണ്, റേഡിയനിൽ ഡിഗ്രിയിലാണ്, ഡിഗ്രിയിലിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മോഡ്യൂൾ 3 ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്രയൊന്നും നോക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.